നമ്മൾ ചെയ്യുന്ന 4ാമത്തെ ചിത്രമാണ്. ഏറ്റവും ആദ്യം ജലോത്സവം കുട്ടനാട്ടിൽ നമ്മൾ ആലക്കൽ ചന്ദ്രൻ, അത് കഴിഞ്ഞ് എൽസമ്മയിൽ പാലുണ്ണി, വീണ്ടും കുട്ടനാട്ടിൽ ചക്കഗോപൻ, ഇപ്പോഴതാ കോഴിക്കോട്ട് മൈക്കിൾ രാജമ്മ. എനിക്ക് തോന്നുന്നു ജലോത്സവത്തിലേക്ക് നമ്മൾ ആദ്യം അന്നത്തെ ഫോട്ടോ കാണുമ്പോഴത്തേക്ക് ഓരോ സിനിമ എടുക്കുമ്പോഴത്തേക്ക് ചാക്കോച്ചൻ്റെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മാറ്റത്തിൻ്റെ ഒരു ഗ്രാഫ് ഈ 4 ക്യാരക്ടേഴ്സിലൂടെ നോക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഉണ്ടാവും. കാരണം കഴിഞ്ഞിടയ്ക്ക് ജലോത്സവത്തിലെ സ്റ്റിൽസൊക്കെ കാണുമ്പോഴത്തേക്ക് അന്നത്തെ ചാക്കോച്ചൻ, അത് കഴിഞ്ഞ് എൽസമ്മ, അത് കഴിഞ്ഞ് പുള്ളിപ്പുള്ളി എത്തിയതായി ഇപ്പോൾ വീണ്ടും നമ്മൾ രാജമ്മയിലേക്ക് എത്തുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു രാജമ്മയിലെത്തുമ്പോഴത്തേക്ക് വേറെ എന്തൊക്കെയോ കുറച്ചുകൂടി ഒരു നേരത്തെ കഥാപാത്രങ്ങളിൽ നിന്ന് പോലും നമുക്ക് രാജമ്മ വ്യത്യസ്തമായിട്ട് ഒരു ചാക്കോച്ചൻ എന്ന് പറയുന്ന ഒരു ആക്ടർക്ക് പല രീതിയിൽ ഹ്യൂമറിലും ആയാലും ശരി, അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള പല അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന ഒരു സ്പേസ് ഈ സിനിമയിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഈ ക്യാരക്ടറിനുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ചാക്കോച്ചൻ എങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത്? എനിക്ക് തോന്നുന്നു ഇപ്പം ജലോത്സവം എന്ന സിനിമയിലൊഴിച്ച് ബാക്കി എല്ലാ സിനിമകളും നമ്മൾ ചെയ്തിട്ടുള്ള 3 സിനിമകളിലും ബാക്കി 3 സിനിമകളിലും കഥാപാത്രപരമായിട്ടും അല്ലെങ്കിൽ കഥാപാത്രത്തിൻ്റെ ഒരു ആകാരത്തിലും രൂപത്തിലും എല്ലാം വളരെ പ്രകടമായിട്ടുള്ള വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ആലക്കൽ ചന്ദ്രൻ ജലോത്സവം നമ്മൾ ചെയ്യുമ്പോൾ അതിൽ ഓൾമോസ്റ്റ് അന്ന് ഞാൻ സാധാരണ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഗെറ്റപ്പും കാര്യങ്ങളൊക്കെ. അതിനുശേഷം എൽസമ്മ തൊട്ടാണ് വളരെ എന്താ പറയുക, ആൾക്കാർ പോലും വിചാരിക്കാത്ത രീതി, അല്ലെങ്കിൽ ഞാൻ പോലും എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കാത്ത രീതിയിലുള്ള കഥാപാത്രങ്ങളിലുള്ള മാറ്റങ്ങൾ രൂപങ്ങളിലും ഭാവത്തിലൊക്കെ വന്നു തുടങ്ങിയത്. അത് പുള്ളിപ്പുലിയിൽ എത്തിയപ്പോഴാണ് ഏറ്റവും ഭീകരമായിട്ടുള്ള മാറ്റം നമുക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ അതിനുശേഷം രാജമ്മയിലേക്ക് വരുമ്പോൾ എനിക്ക് തോന്നി ബാക്കി നമ്മൾ ചെയ്ത 3 സിനിമകളിലുള്ള കഥാപാത്രങ്ങളിൽ നിന്ന് ഇതിനുള്ള ഒരു വ്യത്യസ്തത, ഈ രാജമ്മ മറ്റു ക്യാരക്ടേഴ്സ് എല്ലാം അത്യാവശ്യം നല്ലവരാണ്. അല്ല, ആ ക്യാരക്ടേഴ്സൊക്കെ സ്വഭാവത്തിലെല്ലാം ഗുണങ്ങൾ മാത്രം നമുക്ക് പറയാനായിട്ട്. സ്വഭാവത്തിൽ മാത്രമല്ല, അവരെല്ലാവരും വളരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ട് അധ്വാനിച്ച് ജീവിക്കുകയും അതിൽ സന്തോഷം കണ്ടെത്തുകയും ചെയ്തിരുന്ന ആൾക്കാരാണ്. ഇത് അതിന്റെ വളരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു അലസനാണ്, അലമ്പനാണ്, സീട്ട് വലിയുണ്ട്, കള്ളുകൂടിയുണ്ട്, ചുമ്മാ അടിയിടി സംഭവങ്ങൾക്കെല്ലാം പുള്ളി ഓക്കെയാണ്. അപ്പോൾ അങ്ങനത്തെ രീതി നോക്കുമ്പോൾ ഇതിൽ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ത്രൂ ഔട്ട് ഒരു ഫിലിമിൽ അത്യാവശ്യം മീശ പിരിച്ച് തന്നെ അഭിനയിക്കണം എന്ന് പറയുന്നത്. അതിനുവേണ്ടി പ്രത്യേകിച്ചൊരു ബിൽഡപ്പും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ആ മീശ പിരിച്ചിരിക്കുന്നത് അയാളുടെ ജീവിതത്തിന്റെ അല്ലെങ്കിൽ രൂപത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ നമ്മൾ അങ്ങനെ വെച്ചിരിക്കുകയാണ്. അല്ലാതെ ഇതിനു വേണ്ടി മീശ പിരിക്കുന്നു അങ്ങനത്തെ ഒരു സംഭവങ്ങളൊന്നുമില്ല. വളരെ നാച്ചുറലായിട്ട് വളരെ സട്ടിലായിട്ട് തന്നെയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോയിരിക്കുന്നത്. അത് അതിനോട് ചേർന്ന് നിൽക്കുന്നു എന്നുള്ളൊരു രീതി തന്നെ. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു രാജമ്മ ഈ പേര് ശരിക്കും ഇയാളുടെ രൂപമായിട്ട് യാതൊരു ബന്ധമില്ല. ചിലപ്പോൾ നമുക്ക് കാണുമ്പോൾ ഭയങ്കര മാൻലി ആയിട്ട് തോന്നുന്ന ആൾക്ക് പക്ഷേ രാജമ്മ എന്ന് പറയുന്ന ഒരു ഫെമിനൈൻ ആയിട്ടുള്ളൊരു പേരാണ് വന്നിട്ടുള്ളത്. അങ്ങനത്തെ ചില ഫണ്ണി ആയിട്ടുള്ള രസകരമായിട്ടുള്ള കോൺട്രഡിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പിന്നെ എനിക്ക് അത്ര പരിചിതമല്ലാത്തൊരു ചെറിയൊരു ലാംഗ്വേജ് ബേസ് നമ്മൾ പിടിക്കുന്നുണ്ട്. ചെറിയൊരു കോഴിക്കോടൻ ഭാഷ ശൈലി, അങ്ങനെ ആ ഒരു ഭാഷയ്ക്ക് വേണ്ടി നമ്മളങ്ങനെ വളരെ വളരെ പ്രകടമായിട്ടുള്ള മാറ്റങ്ങളില്ല. പക്ഷേ ഈ പറയുന്ന പോലെ നമുക്ക് വളരെ നാച്ചുറലായിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഭാഷാ പ്രയോഗം തന്നെ ഉള്ളൂ. അപ്പോൾ അങ്ങനെയും നോക്കുമ്പോൾ ബാക്കിയുള്ള കഥാപാത്രങ്ങളിൽ നിന്നല്ല, നമ്മൾ ചെയ്തിട്ടുള്ള സിനിമകളിലുള്ള കഥാപാത്രങ്ങളിൽ നിന്നെല്ലാം രാജമ്മ വളരെ വ്യത്യസ്തമാണ്. അതെ, അതിനാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. കാരണം ഒരു ഗ്രാഫ്. പക്ഷേ ഇതിനകത്ത് പിന്നെ ഒരു പ്രത്യേകത ആസിഫിൻ്റെ കൂടെ അഭിനയിക്കുന്നു. ആ ജ്യേഷ്ഠൻ എന്ന് പറഞ്ഞ കോമ്പിനേഷൻ എനിക്ക് തോന്നിയിട്ടുള്ള ആസിഫിനോട് അഭിനയിക്കാനായിട്ട്, ചാക്കോച്ചൻ്റെ അനിയനായിട്ട് അഭിനയിക്കാനുള്ള ഒരു ഭയങ്കര ഇഷ്ടം, ഇങ്ങനെ ഉള്ളിൽ ഒരു കൊതി എന്നൊക്കെ പറയുന്ന പോലെ. എനിക്ക് ചാക്കോച്ചൻ എത്തിയെന്നൊക്കെ ലൊക്കേഷനിൽ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം വന്നിട്ട് ചോദിക്കുമ്പോൾ ചാക്കോച്ചനെ കാണാനായിട്ട് ചാക്കോച്ചൻ്റെ അടുത്തെത്താനുള്ള പുള്ളിയുടെ ഒരു ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചാക്കോച്ചനോടുള്ള ഇഷ്ടമാണ് ഇതിനകത്ത് പിന്നെ രാജമ്മയും യാഹുവിൻ്റെയും തമ്മിലുള്ള ഇഷ്ടം. എനിക്ക് തോന്നുന്നു ഈ സിനിമ കണ്ടവർക്ക് എല്ലാവർക്കും നിങ്ങളുടെ ഒരു കെമിസ്ട്രിയാണ് ആൾക്കാർ ഈ സിനിമയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പം അതിനെക്കുറിച്ച് എനിക്ക് യഥാർത്ഥ ജീവിതത്തിൽ മിസ് ചെയ്തിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് ഒരു അനിയൻ അല്ലെങ്കിൽ ചേട്ടൻ എന്നുള്ളതാണ്. കാരണം എനിക്ക് 2 അനിയത്തിമാരാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് അവരുടെയൊക്കെ ചേട്ടനായിട്ട് ജീവിക്കാനായിട്ട് സാധിച്ചു. പക്ഷേ എനിക്കൊരു അനിയനില്ല അല്ലെങ്കിൽ ഒരു ചേട്ടനില്ല എന്നുള്ളൊരു സംഭവമുണ്ട്. അപ്പോൾ ആ ഒരു കുറവ് തീർച്ചയായിട്ടും ഈ സിനിമയിലൂടെ വളരെ നന്നായിട്ട് ആസിഫിൻ്റെ ഒരു പെയറിങ്ങിലൂടെ നമുക്കത് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം സിനിമയിൽ അഭിനയിക്കുമ്പോഴും അല്ലാത്ത സമയങ്ങളിലും ഈ പറയുന്ന പോലെ അതേ ഒരു സ്നേഹവും ഒരു ബോണ്ടിങ് ഒരു ഫണ്ണും ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നു. അപ്പം പ്രത്യേകിച്ച് കോഴിക്കോടാകുമ്പോൾ കോഴിക്കോട് ആൾക്കാർ കലാകാരന്മാരാണ്, കലാസ്നേഹികളാണ്, ഭക്ഷണപ്രിയരാണ്, സൽക്കാരപ്രിയരാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് ഷൂട്ടിങ് നടക്കുന്നത് കോഴിക്കോട്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ഫ്ലേവർ. ഭക്ഷണത്തിൻ്റെ കാര്യമാണെങ്കിൽ നമ്മൾ ഓരോ സമയത്തും ഓരോ ലൊക്കേഷൻ ചിലപ്പോഴത്തേക്ക് ആ നാട്ടിൽ ഏതാണ് ഭക്ഷണമെന്ന് ആദ്യമേ അന്വേഷിക്കുകയും അതെല്ലാം. ഞങ്ങൾ ഇതിനു മുമ്പ് സെവൻസ് ചെയ്തപ്പോൾ പക്ഷേ പലപ്പോഴും പോകാൻ പറ്റാത്ത സ്ഥലങ്ങളിലാണ് ഇപ്രാവശ്യം എനിക്ക് പോകാൻ പറ്റും. അപ്പം
അമ്മാസ് ഹോട്ടലിൽ ചെന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റി. സാധാരണ നമ്മൾ പാഴ്സലേക്ക് മേടിക്കാൻ അപ്പോൾ അവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റി. പിന്നെ സെയിൻസിൽ പോയി കഴിച്ചു, ബോംബെ ഹോട്ടലിൽ പോയി കഴിച്ചു. പിന്നെ അവിടെ നമ്മുടെ സുഹൃത്തുക്കളുടെ പല പല വീടുകളിൽ നിന്നും ഭക്ഷണം കൊണ്ടുവന്നു. അപ്പോൾ അങ്ങനെ എന്താ പറയുക, വളരെ ഭക്ഷണവും നമ്മുടെ ജോലിയും പിന്നെ അവിടെ ഇടയ്ക്ക് ബാഡ്മിൻ്റൺ കളിക്കാൻ പോകും ഞാൻ. അപ്പോൾ അങ്ങനെ കളിയും എല്ലാം കൂടെ എനിക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ആംബിയൻസ് ആയിരുന്നു നമ്മുടെ രാജമാറ്റി യാഹുവിൻ്റെ ലൊക്കേഷനും ഷൂട്ടിംഗ് സമയങ്ങളും ഒക്കെ. എനിക്ക് സിന്ധുവിനോട് ചോദിക്കേണ്ട വേറൊരു കാര്യം, സാധാരണ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ടൈറ്റിലുമായിട്ട് വന്നിട്ട് ചാക്കോച്ച ഇതാണ് നമ്മുടെ ടൈറ്റിൽ, ഇതാണ് നിങ്ങളുടെ ക്യാരക്ടറിൻ്റെ പേര്, അങ്ങനെ അടിച്ചു വീഴുന്ന ആളാണ്. അപ്പോൾ ഇതിലേക്ക് വന്നപ്പോൾ രാജമാറ്റി യാഹുവിലേക്ക് ആ ടൈറ്റിലേക്ക് എത്താനായിട്ട് എന്താണ് ഒരു സമയം, ഒരു കാലതാമസം ഉണ്ടായത്? അത് എനിക്ക് ചിലപ്പോൾ നമ്മളുടെ തൊട്ടടുത്തുള്ളതിനൊക്കെ നമ്മൾ കാണാതെ പോവുക എന്ന് പറയുന്നില്ലേ, തിരിച്ചറിയാതെ പോകുക എന്നൊക്കെ നമ്മൾ പറയും. നമ്മൾ തൊട്ടടുത്ത് ഉണ്ടായിരിക്കും. ഈ കഥയുടെ എഴുത്തിൻ്റെ ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ അല്ലെങ്കിൽ കഥ പറഞ്ഞു നടക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഒരു പുള്ളിപ്പുലി സമയത്ത് തൊട്ട് കൊണ്ടു നടക്കുന്ന ഒരു കഥയിൽ കഴിഞ്ഞിട്ട് രാജമ്മയും യാഹു എന്ന് പറയുന്ന പേരിൻ്റെ ഒപ്പമാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്, അവർക്കൊപ്പമാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതൊരു ഇപ്പോൾ ചാക്കോച്ചനെ വിളിക്കുമ്പോഴത്തേക്കും അവസാനം ഞാൻ പറയാം, എന്നെ ടെൻഷൻ അടിപ്പിക്കരുത് നിങ്ങൾ. കാരണം ഒരു പേര് കണ്ടെത്താൻ പറ്റാത്തതിൻ്റെ ഒരു കുറ്റബോധം. പിന്നെ അതിൻ്റെ ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ള എൽസമ്മ എന്ന ആൺകുട്ടിയും പുള്ളിപ്പുലി ആട്ടിൻകുട്ടിയും എന്ന് പറയുന്ന പേരിൻ്റെയൊക്കെ ഒരു നിലവാരം, ആ സിനിമയുടെ ടൈറ്റിൽ കേൾക്കുമ്പോഴത്തേക്ക് കേൾക്കാവുന്നൊരു ഇഷ്ടം, കേൾക്കുമ്പോൾ ഒരു ഇഷ്ടം, കൗതുകം. അപ്പോൾ അത്തരം കൗതുകം എന്തായാലും നമ്മൾ ഈ സിനിമയ്ക്കും ഇടുന്ന ടൈറ്റിൽ ഉണ്ടാവണം എന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ആദ്യം ഈ പേരുകളുടെ ഒരു സംഭവത്തിലൂടെ പോകുന്നത് എനിക്കൊന്ന് വീടിനെ ഫോക്കസ് അതിലൊരു ഫോക്കസ് വന്നുകൊണ്ടായിരിക്കാം. അതെ അതെ, രാജബംഗ്ലാവ് എന്ന് പറയുന്ന വീട് വെച്ചിട്ട് എങ്ങനെ നമുക്കൊരു ടൈറ്റിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ പല രീതിയിൽ ഇങ്ങനെ ആലോചിച്ചു. അവസാനം പൂജയ്ക്കും ടൈറ്റിലായിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഭയങ്കര പ്രശ്നമായി. പ്രൊഡ്യൂസേഴ്സിനൊക്കെ ഇനിയിപ്പോൾ സ്ക്രിപ്റ്റ് എഴുതി തീർന്നില്ലെങ്കിലും ടൈറ്റിൽ മതി. അപ്പോഴത്തെ ഇതെല്ലാം കഴിഞ്ഞിട്ട് അപ്പം എനിക്കും അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ദിവസം പെട്ടെന്ന് പറയാണ് രാജമാറ്റി യാഹു. അപ്പോൾ ഈ രാജമ്മയ്ക്കും യാഹുവിൻ്റെ ഇടയ്ക്ക് ഒരൊറ്റിട്ടപ്പോഴത്തേക്ക് അതൊരു ടൈറ്റിലാവുകയും ചെറിയ സാധനം, അതെ ചെറിയ സാധനം, ചുറ്റിക്കെട്ട് സാധനം. പക്ഷെ അത് കേൾക്കുന്നവർക്കെല്ലാം അത് വളരെ ക്യൂട്ടായിട്ട് തോന്നുകയും അതിലൊരു കൗതുകം ഉണ്ടെന്ന് തോന്നുകയും ചെയ്തു. ചാക്കോച്ചൻ തന്നെ വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് ചാക്കോച്ചൻ ആദ്യ കേൾവിയിൽ തന്നെ അത് ഇഷ്ടമാകുകയും ചെയ്തു. ചില സാധനങ്ങൾ അങ്ങനെയാണോ, നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു പോസിറ്റീവ് സാധനം സ്ട്രൈക്ക് ചെയ്യും. അതെ അതെ അതെ, ആ ഒരു സംഭവം എന്തായാലും ഈ ടൈറ്റിലുണ്ട്. അപ്പോൾ അത് പലരും എന്നോട് ചോദിക്കുകയും ചെയ്തു ഇത് ഒരു ടെക്നോ പടമാണോ, കാരണം അറ്റും യാഹുവും ഒക്കെ എടുക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു സാധനം. പക്ഷേ നമ്മുടെ പോസ്റ്റേഴ്സിലൊക്കെ കാണുന്നത് വളരെ നാട്ടിൻപുറം അല്ലെങ്കിൽ അങ്ങനത്തെ വളരെ ഒരു കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ഒരു സംഭവം. അപ്പം അങ്ങനത്തെ ഒരു കൗതുകം ആൾക്കാർക്കുണ്ട്. പിന്നെ ഒരു അറ്റും യാഹുവും ഒക്കെ അവരിലേക്ക് കടന്നു വരാം, കാരണം അതൊക്കെ ഉള്ള ലോകത്താണ് അവർ ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അവരുടെ ലൈഫിൻ്റെ ഭാഗം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അത് അവരിലേക്ക് വന്നു എന്നുള്ളത് വളരെ സ്വാഭാവികം തന്നെയാണ്.